morning guys, and once again welcome back to my YouTube channel. ആൻഡ് ഇപ്പോൾ ഓൾറെഡി 7 മണി ആയിട്ടുണ്ട് ജർമ്മനിയിൽ. ഞാൻ എണീറ്റതൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു, ഫോണിലൊക്കെ കളിച്ച് കിടന്നു, പിന്നെ വീട്ടിലൊക്കെ വിളിച്ചു, അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് എണീക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, കഴിഞ്ഞ വീഡിയോയിൽ കൊച്ചി ഡ്രസ്സ് തന്നെയാണല്ലോ ഇട്ടേ, എന്തേ മാറിയില്ല? ഇതിപ്പോൾ ഞാൻ എൻ്റെ രാത്രി ഇരുന്ന് ഉടുപ്പാക്കി കേട്ടോ. കാരണം ഇവിടെ നമ്മളങ്ങനെ വെളിയിലൊന്നും പോയി ചെളി പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഡ്രസ്സ് മാറുന്നില്ല, വിച്ച് മീൻസ് എപ്പോഴും കുളിക്കാറില്ല എന്ന് പറയാം. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു, സൂര്യൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേർക്കുന്നോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ അങ്ങനെ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഷിഫ്റ്റും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വ്ളോഗ്. ഷിഫ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അവിടെ വ്ളോഗ് എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. സോ എങ്കിലും ഞാൻ എൻ്റെ ഷിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്കും കുറച്ചൊരു ഐഡിയ കിട്ടും, എങ്ങനെയായിരിക്കും ഷിഫ്റ്റ്, എന്തായിരിക്കും ഷിഫ്റ്റ് എന്നുള്ളൊരു കേസൊക്കെ മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എങ്കിലും. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തൊരു സ്റ്റോറി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി എനിക്കിപ്പോൾ വെക്കേഷനാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു എനിക്കൊരു 2 വീക്സ് വെക്കേഷനാണ് നിലവിൽ. പക്ഷേ ഇവിടെ ഈസ്റ്റർ ആയതുകൊണ്ട്, ഇവിടെ നല്ല ടോട്ടലി ഈസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ പണിയാൻ ആൾക്കാരൊന്നും ഇല്ല. വിച്ച് മീൻസ് പണിയാൻ ആൾക്കാരില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമൻസും അവരവരൊക്കെ അവരവരുടെ വഴിക്ക് പോകും. പൊതു അവധിയാണ് 4 ദിവസത്തേക്ക്, അതായത് വെള്ളി ശനി ഞായർ തിങ്കൾ വരെ അവധിയാണ്, പൊതു അവധിയാണ്. അപ്പോൾ തമ്മിൽ പണിയാൻ ആളില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ വെക്കേഷൻ, ഞങ്ങൾ പ്ലാൻ ചെയ്ത വെക്കേഷൻ അവർ മാറ്റി. വിച്ച് മീൻസ് എനിക്ക് ഇതിന് മുന്നേ എൻ്റെ അടുത്ത് അവർ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു കേട്ടോ, എനിക്ക് കംപ്ലീറ്റ് വെക്കേഷൻ സൺഡേ വരെ തന്നിട്ട് മാറ്റിയതല്ല, അതിന് മുന്നേ അവർ മാറ്റി. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ടോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് 2 വീക്സ് വെക്കേഷൻ എനിക്ക് വേണം, എനിക്ക് സ്വിഷൻ പ്രൂഫും ആയതുകൊണ്ട്. അന്ന് അവരത് സമ്മതിച്ചു പോയതാണ്. അവർ പിന്നെ എനിക്ക് മെയിൽ ചെയ്ത് പറഞ്ഞു എൻ്റെ വെക്കേഷൻ വരുന്നത് ഇന്ന ദിവസം വരെയാണ്, വ്യാഴാഴ്ച വരെയാണ്. വെള്ളി ശനി ഞായർ എനിക്ക് ശനി ഞായർ എനിക്ക് സ്പെയ്റ്റും, വെള്ളിയാഴ്ച ഫ്രീ ആണെന്ന് പറഞ്ഞു. വിച്ച് മീൻസ് എനിക്ക് ഇന്നലെ ഫ്രീ ആയിരുന്നു. ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് സ്പെയ്റ്റാണ് ഇന്നും നാളെയും. എന്നിട്ട് ഇന്നലെ ഞാൻ പോയി ഡീൻസ് പ്ലാൻ ചുമ്മാ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഡീൻസ് പ്ലാൻ നോക്കി, ഇപ്പോൾ പേരൊന്നും ഇല്ല, ആരുടെയും പേരൊന്നും ഇട്ടിട്ടില്ല, ടോട്ടലി ചേഞ്ച് ചെയ്തു. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആന്ന് സംശയിക്കുന്ന ഒരു ഡീൻസ് പ്ലാനിൽ ഞാൻ കണ്ടത് എനിക്ക് തിങ്കളാഴ്ച സ്പെയ്റ്റ്. അംഗീകരിക്കാൻ പറ്റുമോ? കാരണം എനിക്ക് അന്ന് മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ ആൾക്കാർ ജോലിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് അവർ എന്നെ ഇട്ടിരിക്കുന്നത്. അതൊരുമാതിരി മറ്റിടത്ത് പരിപാടി കാണിക്കുന്നതല്ലേ. എന്നിട്ട് ഞാൻ ഇന്ന് എനിക്കറിയില്ല സ്കൂളുണ്ടോ ക്ലാസ് ഉണ്ടോ ക്ലാസ് ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ക്ലാസ് ഇല്ലെങ്കിൽ പോവും, കാരണം വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണ്, പോകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഒരു മര്യാദയ്ക്ക് അവർക്ക് എൻ്റെ അടുത്ത് പറയാം. എനിക്ക് ഇപ്പോഴും ഒരു മെയിൽ അയച്ച് പറഞ്ഞിരിക്കുന്നത് ഫ്രൂ സ്പെയ്റ്റ് ഇത്ര അവർ പറഞ്ഞിട്ടുള്ളൂ, വേറെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പോകേണ്ട ആവശ്യം സത്യത്തിലില്ല. പക്ഷെ അവിടെ അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും, നീ ആ ഡീൻസ് പ്ലാൻ നോക്കിയില്ലേ, അതല്ലേ കറൻ്റ്ലി വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരും. അപ്പോൾ പിന്നെ അതെൻ്റെ തലയ്ക്ക് വരും. അതുപോലെ വേറൊരു കേസ് കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മടിയായിട്ടായിരിക്കും, എനിക്ക് ജോലിക്ക് പോകാൻ മടിയായിട്ടായിരിക്കും ഞാൻ ഈ കിടന്ന് കേൾപ്പിക്കുന്നത്. ഒരിക്കലും അല്ല, എനിക്ക് വേറെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കടന്ന് പറയുന്നത് കേട്ടോ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ അതിൻ്റെ ഒരു ഗെസ്പ്രേഷൻ കാര്യങ്ങളിലുമാണ് കറൻ്റ്ലി. ഡീൻസ്റ്റാഗിൽ എനിക്കൊരു ടേമിനുണ്ട്, അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തായിരുന്നു പ്രശ്നം, എങ്ങനെയായിരുന്നു പ്രശ്നം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളൊരിത് അതപ്പം നമുക്ക് പറയാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയ സ്റ്റോറി. അപ്പോൾ എനിക്ക് ഇന്ന് സ്പെയ്റ്റ് ആണ്. എനിക്ക് നല്ല തലവേദന ഉണ്ട്, എനിക്ക് ഇന്നലത്തെ ഉറക്കം ശരിയായിട്ടില്ല. ഇന്നലെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതേ തലവേദനയും കൊണ്ട് തന്നെയായിരുന്നു, കിടന്നുറങ്ങി, അതുകൊണ്ട് ഇന്നലത്തെ ഉറക്കം ശരിയായിട്ടില്ല എൻ്റെ. അപ്പോൾ ഇന്ന് തലവേദനയും വെച്ച് നമുക്കൊരു മോർണിംഗ് റുട്ടീൻ ഫസ്റ്റ്ലി കാണാം. ആൻഡ് ഇതാണ് ഇപ്പം നിലവിൽ എൻ്റെ വീടിൻ്റെ വെളിയിലുള്ള അവസ്ഥ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇന്നലെ എന്തുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല, വേറൊന്നുകൊണ്ടല്ല. ഫ്രൂഡിയൻസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കാണ്. 6 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് 1 മണി വരെ ആയിരുന്നു ജോലി. അപ്പോൾ തലേ ദിവസം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ടോട്ടലി സ്ട്രെസ്സിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, 6 മണിക്ക് എണീക്കണം, അല്ല 6 മണിക്ക് അവിടെ എത്തണം, വിച്ച് മീൻസ് ഒരു 5 മണി 4:30 ആകുമ്പോഴത്തേക്ക് എണീറ്റ് ഫുഡൊക്കെ കഴിച്ചാലാണല്ലോ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ സ്ട്രെസ്സിലെത്തി കിടക്കുന്നു, പിന്നെ എല്ലാവരും അടിച്ച് നമ്മൾ എണീറ്റ് നമ്മൾ പോകുന്നു. അപ്പോൾ രാവിലെ ആദ്യത്തെ ദിവസം ആയതിൻ്റെ ഒരു തത്രപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാണ്ടിരുന്നത് കേട്ടോ, രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും. പിന്നെ അതുപോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈവനിങ് ഷിഫ്റ്റിൻ്റെ ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പോൾ ഫുൾ ഡീൻസ്റ്റ് അല്ല. ഫുൾ ഡീൻസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 11:30 മുതൽ 8 മണി വരെയും, അതുപോലെ സാധാ ഡീൻസ്റ്റ് എന്ന്
പറയുന്നത് 1 മണി മുതൽ 8 മണി വരെയാണ്. എനിക്കിപ്പോൾ കറൻ്റ്ലി എനിക്ക് എൻ്റെ വെക്കേഷൻ ടൈമിൽ അവർ തന്നേക്കുന്നതുകൊണ്ടാണ് എനിക്കവർ ഫുൾ ഡേ ഇൻസ്റ്റ് തന്നിട്ടില്ല. സോ വിച്ച് മീൻസ് എനിക്ക് 8 മണി മുതൽ 1 മണി മുതൽ 8 മണി വരെ ജോലി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു കൊളീഗിൻ്റെ കൂടെ കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ട, 2 പേര് കൂടിയാണ് വർക്ക് ചെയ്തത്. പണിയൊന്നുമില്ല, സിമ്പിളാണ്. 1 മണിയാകുമ്പോൾ അവിടെ പോകുന്നു, 1 മണിക്ക് അവിടെ എത്തണം. എന്നിട്ട് യൂബർ ക്യാബ് കേൾക്കുന്നു, ലൈക്ക് ജോലി ഹാൻഡ് ഓവർ ചെയ്യുന്നു, ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പിന്നെ പോകുന്നു. അതായത് നമ്മൾ ഏത് സ്റ്റേഷനിലാണോ വർക്ക് ചെയ്യുന്നത് ആ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തുടർന്ന് ഇങ്ങനെ വെള്ളം കൊടുക്കാനുള്ളവർക്ക് വെള്ളം കൊടുക്കുന്നു, ലാഗൺ ചെയ്യാനുള്ളവർ ലാഗൺ ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ലാഗ് എക്സലൻസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആർബൈറ്റ് വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. പിന്നെയും ഈ റിപ്പീറ്റ് തന്നെ ഇത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡ്രസ്സ് മാറ്റാനുള്ളവരൊക്കെ ഡ്രസ്സ് മാറ്റും, ടോയ്ലറ്റിൽ കൊണ്ടുപോകാനുള്ളവരൊക്കെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും. അങ്ങനെ പോയി അവൻ ബ്രോട്ട് കഴിഞ്ഞുമ്പോഴത്തേക്കും എല്ലാവരും നമ്മൾ കിടക്കാനായിട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്കും പണിയെല്ലാം കഴിഞ്ഞ് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നാഹ്ഡീൻസ്റ്റിന് നമ്മൾ യൂബർ ക്യാബ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും. യെസ് ഗൈസ്, അപ്പം ഞാൻ അങ്ങനെ പോയി സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു, അതുകൊണ്ടാണ് പിന്നെ സ്കിൻ കെയർ കാണിക്കാണ്ടിരുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഫോണിലാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ കോൾ വരുമ്പോൾ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഒരു 12:30 വരെ ഞാൻ ഫ്രീ ആയിരിക്കും. കാരണം 1 മണിക്കാണ് ഡ്യൂട്ടി തുടങ്ങുന്നത്. അപ്പോൾ 12:30 കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചു. കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചിക്കൻ അടിച്ച് കയറ്റാം. രാവിലെ തന്നെ പ്രോട്ടീൻ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വല്ല സാമ്പാറോ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ആക്കിയിട്ട് പോവാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട്. പിന്നെ പാത്രങ്ങൾ കഴുകിയത് എടുത്ത് വെക്കാനുണ്ട്. 2-3 പാത്രം കഴുകാനുണ്ട്. വലിയ പണിയൊന്നുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ചിട്ടേക്കുന്നതുകൊണ്ട് പണികൾ കുറവാണ്. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ പണി. അപ്പോൾ ഫുഡാവട്ടെ, ഫുഡായി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഒരു ഉച്ചയ്ക്ക് തൊട്ട് മുന്നേ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഇവിടെ ബ്രെഡ് ഇരിക്കുന്നുണ്ട്, ജാമുണ്ട്. പക്ഷെ അതൊന്നും രാവിലെ കഴിക്കാനുള്ളൊരു മൂഡില്ല, അതുകൊണ്ട് കഴിക്കാത്തതാണ്. ഇനി ചീഞ്ഞ് പോകുന്നോളം വരെ അതൊക്കെ അവിടെ ഇരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എനിവേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ ചിക്കൻ ആകുമ്പോഴത്തേക്ക് ചിക്കൻ കഴിക്കാം. വീട്ടിലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഉമ്മച്ചി രാവിലെ പത്തിരിയോ ചിക്കനോ അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും. അപ്പം അവിടെ ഇരുന്ന് രാവിലെ ഒന്നും കഴിച്ചാൽ മതിയായിരുന്നു. അപ്പം നമ്മളുണ്ടാക്കണം, നമ്മൾ കഴിക്കണം, ടാസ്ക്കാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഏറ്റെടുത്ത് വർക്കായിപ്പോയി. നമുക്കത് ചെയ്ത് തീർക്കാണ്ട് പറ്റില്ല. അപ്പോൾ എനിവേ ഞാൻ ഫുഡൊക്കെ ആവട്ടെ, ഫുഡൊക്കെ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കനായിട്ട്. ഇത് ഇന്നലെ ഞാൻ ആക്കി വെച്ചാട്ടോ, അതുകൊണ്ടാട്ടോ ഇത്രയും വേഗമായി. അപ്പോൾ ഈ ചിക്കൻ കഴിക്കുമ്പോൾ കുറേ പേര് പറയും, അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചി തന്നെ ആലോചിക്കും, വേറെ ഒന്നും കഴിക്കാനില്ലേ, ചിക്കൻ മാത്രമേ ഉള്ളൂ, ചോറൊന്നും ഇല്ലേ, ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഒന്നുമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കും. എൻ്റെ ഉമ്മച്ചി എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ദിവസം ചിക്കൻ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കേട്ടോ, വേറെ ഒന്നും ഇല്ലേ, ചോറൊന്നും ഇല്ലേ കൂടെ കഴിക്കാമെന്ന്. ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചേ, ഇപ്പം നിലവിലില്ല, ഇന്നലെ രാത്രി കൊണ്ട് തീർന്നു. ആൻഡ് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കട്ടെ. ചിക്കനൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ട് നമുക്ക് കാണാം. അത് ഇനി ഇഷ്ടംപോലെ പരിപാടികളുണ്ട്, വീഡിയോസ് എടുക്കാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കാണാം. ആൻഡ് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു ടോപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. എങ്ങോട്ടും പോകാനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു റീൽ എടുക്കാൻ വേണ്ടി ഇട്ടതാണ്. ആൻഡ് എങ്ങനെയുണ്ട് ഔട്ട്ഫിറ്റ്? കുറേ പേര് കമൻറ്റ് വരും കേട്ടോ, കൊള്ളില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടേ ഉള്ളൂ. റീൽ ഒരെണ്ണം എടുത്തു. ഓക്കെയാണ്, എൻ്റെ സൈക്കിൾ ഓക്കെയാണ്, വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും എടുത്തു. കാരണം ലൈറ്റിങ് പോരാ, മൂടിക്കിടക്കാണ്, പിന്നെ ലൈറ്റ് ഓക്കെ അല്ല. ബട്ട് ഓക്കെ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഇങ്ങനെ കുറേ നേരം ഇരിക്കും. ഇനി എന്നിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. പാത്രമൊക്കെ കഴുകാണ്ട്, പക്ഷെ അതൊക്കെ അവിടെ കിടക്കും, കഴുകില്ല. മടിയാണ്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയിലേക്ക് കയറണം, എന്തെങ്കിലും സിനിമ കാണാനോ സംതിങ്, അങ്ങനെ എന്തെങ്കിലും 10 മണി 12:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം വീട്ടിൽ നിന്ന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയുള്ളത്. അപ്പം ഞാൻ പോയി ഒന്ന് ജസ്റ്റ് കിടക്കട്ടെ. നീ വീട്ടിൽ വിളിക്കണമെന്നുണ്ടോ? ഒന്ന് വിളിച്ച് കഴിഞ്ഞുള്ളൂ. ആൻഡ് എൻ്റെ മുടി വളർന്നു ഗൈസ്, ഐ എം സോ ഹാപ്പി. മുടി വളർന്നതിൽ കാണിച്ചു തരാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. എൻ്റെ മുടി ഇത്ര ആയിട്ടുണ്ട്, ഇത്രയും വളർന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുടി വളർന്നതുകൊണ്ട്. കാണാനൊരു ലുക്കുണ്ട്.
ഓക്കെ. ഇനി കുറച്ച് നാൾ മുടി വളർത്തി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിന് തോന്നും മുടി നമുക്ക് വെട്ടിക്കളയാം. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. എനിക്ക് ഇത്ര മുടിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ വെട്ടും. ഇനിയിപ്പോൾ എനിക്ക് നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഇത്രയും മുടി വരും. ഞാൻ പണ്ട് മുടിയുടെ അളവെടുക്കുന്ന അങ്ങനെയാട്ടോ. ഓക്കെ, എനിക്ക് ഇത്രയും 1 വർഷം കൊണ്ടാണ് എനിക്ക് ഇത്രയും മുടി ആയത്. അപ്പം ഇനി 1 വർഷം കൊണ്ട് എനിക്ക് ഇത്രയും മുടി വളരും. ഇത്രയും മുടി വളരും എനിക്ക് 1 വർഷം കൊണ്ട്. ഇങ്ങനെ ആരെങ്കിലും അളവെടുക്കുന്നവരുണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ അങ്ങനെ അളവെടുക്കും എൻ്റെ മുടിയുടെ. ആൻഡ് എനിക്ക് ഹെയർ വളർന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഹെയർ ഉള്ളതാണോ ഹെയർ ഇല്ലാത്തതാണോ ബെറ്റർ എന്ന് പറയാം. ഓഫ് കോഴ്സ് ഹെയർ ഉള്ളതായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേരെ. ഇനി ഞാനിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി കുറച്ച് നേരം എന്നെ തന്നെ നോക്കി നിൽക്കും. ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് പരിപാടി. ആൻഡ് ദാറ്റ്സ് ഓൾ. കണ്ണാടിയിൽ ഇനി ഞാൻ എന്നെ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കും. ഇതൊക്കെ തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഈ സാധനം കണ്ടോ, ഇതാണ്. ഭയങ്കര ഡ്രസ്സ് ഇത് കാണാൻ ഇട്ട് കഴിയുമ്പോഴും ഒരു ബീച്ച് വൈബ് തരുന്ന ഒരു ഡ്രസ്സാണ്. ബീച്ചിൽ പോകുമ്പോൾ ഇടാം. ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് വെക്കേഷനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, എങ്കിലും പ്ലാനിങ്സ് നടക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടല്ല, ഫ്രണ്ടായിട്ട്. സോ ദാറ്റ്സ് വാട്ട്. കോപ്പിറൈറ്റ് കിട്ടും പാട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പാട്ട് പാടുന്നു. ഓക്കെ, യാ ഗൈസ്, ഇനി ഞാൻ ഈ ഡ്രസ്സെല്ലാം ഒന്ന് അഴിച്ച് കളഞ്ഞ് ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ പിന്നെ കാണാം. ഞാൻ വർക്കിന് പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ റെഡിയായതൊന്നും കാണിച്ചില്ല. വേഗം ഡ്രസ്സ് ഇട്ടു, പാൻറ് ഇട്ടു, ഈ ഒരു ജാക്കറ്റ് ഇട്ടു, മുടി ജസ്റ്റ് ലൈക്ക് പൊടി കെട്ടിയിട്ട് പിന്നെ ഇട്ടു. യാ, ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഹെഡ്ഫോൺസും വെച്ചു. അതുപോലെ തന്നെ ഒരു മിനിറ്റ്, അതുപോലെ തന്നെ ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു അവക്കാഡോ സ്മൂത്തി, അവക്കാഡോ പ്ലസ് ബനാന സ്മൂത്തി ആക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന ടൈമിൽ അവിടെ ഇരുന്ന് കുടിക്കാം, ആ ഒരു ലക്ഷ്യത്തിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമായിരുന്നു, റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ കണ്ണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യാ, സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടില്ല. സ്ക്രീൻ കാർഡൊന്നും ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഫോൺ നിലത്ത് വീണാൽ എനിക്കിപ്പോൾ പേടിയാണ് സ്ക്രീൻ പൊട്ടുമോ എന്നുള്ളതിൽ. അങ്ങനെ എൻ്റെ സ്മൂത്തി കുട്ടനെയൊക്കെ റെഡിയാക്കി നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. ചിക്കൻ ഇറങ്ങും. ഇവിടുന്ന് 5 മിനിറ്റ് 6 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. ആൻഡ് എനിക്കൊരു കാര്യം ഒന്ന് പോയിട്ട് ക്ലിയർ ചെയ്യാണ്ട്, എനിക്ക് ശരിക്കും തിങ്കളാഴ്ച മുതൽ സ്കൂളാണ്. പക്ഷെ അവർ എനിക്ക് തിങ്കളാഴ്ച ഡീൻസ്റ്റ് ഇട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച ശരിക്കും അവധിയാണ്. അപ്പോൾ അവർക്ക് ഡീൻസ്റ്റ് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് എന്നോട് ചോദിക്കണം, ഞാൻ ഓക്കെ ആണോ ജോലിക്ക് വരുന്നതിന് എന്നുണ്ടെങ്കിൽ അവരെന്നോട് ചോദിക്കണം. അതെന്നോട് ചോദിച്ചിട്ടുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല എന്ന് എനിക്ക് ജോലിയുണ്ടെന്ന്. സോ ഞാൻ എങ്ങനെ അറിയുമെന്ന് എനിക്ക് ജോലിയുണ്ടെന്ന്? ഞാൻ ഇന്നലെ എൻ്റെ ഡീൻസ് പ്ലാൻ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ജോലിയുണ്ട് എന്നുള്ളൊരു കേസിൽ. എനിക്കറിയില്ല, ഇനി ഞാൻ അവിടെ പോയിട്ട് ക്ലിയർ ചെയ്യണോ അത്? എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോവാം, പോകണ്ടെങ്കിൽ പോകണ്ട. അത് ഞാൻ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് പറയണം. അപ്പം ഞാൻ പോയി ചോദിക്കാമെന്ന് ഓർത്തിട്ടായിരിക്കുന്നത്. എൻ്റെ പ്ലാൻ തന്നെയാണോ അത്? എനിക്ക് ജോലിയുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് നെക്സ്റ്റ് നോക്കണം. എനിക്ക് അന്ന് മുതൽ സ്കൂളാണ്. സോ ഞാൻ ഇങ്ങനെ വർക്കിന് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുമില്ല എനിക്ക് ജോലി ഉണ്ടെന്നുള്ള കേസ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഞാൻ എല്ലാം വഴിയെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പയ്യെ പോട്ടെ കേട്ടോ. തിരക്ക് പിടിച്ച വർക്കിൻ്റെ ഇടയ്ക്കും റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് അപ്പോൾ ഒന്ന് എടുക്കാമെന്ന് ഓർത്തെടുത്താണ് കേട്ടോ. എൻക്ലേഷ് ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിക്കാൻ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഒന്നുമില്ല കഴിക്കാൻ. അതുകൊണ്ട് ഇനി ഉണ്ടാക്കി കഴിക്കാനുള്ള നേരമില്ല. 8 മണി നേരമൊക്കെ ഉണ്ട് കേട്ടോ. 8 മണി പയ്യ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നാൽ മതി. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്തു, എനിക്ക് കുറച്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു. ലൈക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ആക്കാമെന്ന് വെച്ചു കുറച്ച്. അത് ഉണ്ടാക്കാം. പിന്നെ ഒരു മുട്ട ഇരിപ്പുണ്ട്, അത് പൊരിച്ച് കഴിക്കാം. മതി. എന്നിട്ട് നമുക്ക് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, പാത്രങ്ങൾ കഴുകാനുണ്ട്, ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.